ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇന്ന് നേരെ പോയി കുളിച്ചിട്ട് വന്നിട്ടാണ് വീഡിയോ എടുത്തു തുടങ്ങുന്നത്. കാരണം ഇന്ന് ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പം 7 മണിക്ക് ക്ലാസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വേഗം പോയി റെഡി ആയിക്കൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതി. ഓക്കെ, അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇന്നിനി എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ വരാൻ പോകുന്നത്, എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കുക കേട്ടോ. ചപ്പാത്തിയും കിഴങ്ങ് കറിയും കാണാൻ പറ്റുന്നുണ്ടോ? ചപ്പാത്തിയും കിഴങ്ങ് കറി ഇന്നലെ വെച്ചതാണ്. എന്നിട്ട് രാവിലെ ചൂടാക്കി. ചപ്പാത്തിക്ക് ഇന്നലെ കുഴച്ച് വെച്ചു, രാവിലെ ഉണ്ടാക്കി, ചായ ഇട്ടു. ചില ദിവസം ഇങ്ങനെ കറിയൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കും, അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ജെറ്റ് വിമാനത്തിന് കാണുമോ ഇത്രയും സ്പീഡ്? അത്രയും സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മളൊരിത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പോകാനായിട്ട് ഓട്ടമാണ്, ഓട്ടം. രാവിലത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലത്തെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാണേ. അതായത് ഗ്യാസ് ഏജൻസി പോയിട്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും ക്ലാസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഈ കാര്യങ്ങൾ അങ്ങ് ചെയ്യാമെന്ന് കരുതി. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്യാസ് ഏജൻസി പണ്ടുള്ള ഭാഗത്തു നിന്ന് ഇപ്പം മാറിയിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പോൾ ഇവിടെ എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ 1-2 പേരോടൊക്കെ ചോദിച്ചും പറഞ്ഞുമാണ്. മുടി അങ്ങ് പറക്കുന്ന ഒരുമാതിരി പിച്ചക്കാറുണ്ട്. അയ്യോ എൻ്റെ ദൈവമേ, ഇതാണൊരു വല്ലാത്ത കാര്യം. എന്താ ചെയ്യാനത് വരെ. അപ്പോൾ എന്തുവാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ്ടൊക്കെ പോകണം എന്നൊക്കെയാണ് പറഞ്ഞേ. നമുക്കൊന്ന് നോക്കാം. റോഡ് സൈഡിൽ തന്നെ ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ എവിടെയാണ്? യെസ്, നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ നമ്മുടെ ഗ്യാസ് ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ ഗ്യാസ് ഏജൻസി കയറിയിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. കയറിയതും തിരിച്ചിറങ്ങിയതും ഒരുപോലെ ആയിപ്പോയി. കാരണം നമുക്കിന്ന് സത്യം പറഞ്ഞാൽ മെനക്കെട്ട് വന്നത് വെറുതെ ആയിപ്പോയി. എനിക്ക് ഇന്നാണെങ്കിൽ ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ള കണക്കൂട്ടല്ല വന്നത്. പക്ഷേ ഇന്ന് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അമ്മയുടെ പേരിലാണല്ലോ ഗ്യാസിൻ്റെ ബുക്ക്. അപ്പോൾ അതുകൊണ്ട് അതിനെയും ആളെ മാറ്റണം. കാരണം അമ്മയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടിവിടെ കൊടുത്ത് നമ്മുടെ പേരാക്കണം. അതിന് കുറച്ച് പണിയുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് നടക്കൂല. ഇനി അടുത്തടുത്ത ദിവസങ്ങളിൽ, തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ അതിനായിട്ട് വരണം. ഞാൻ എന്നിട്ട് തിരിച്ച് നടക്കുവാണ്. ഞാൻ വിചാരിച്ച് നടക്കാം കുറച്ച്. അപ്പം ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നടക്കാമല്ലോ എന്ന് കരുതി ഇങ്ങോട്ടിങ്ങനെ നടക്കുക. ഇവിടുന്ന് ബസ് കയറി പോകാനുള്ള ദൂരമുണ്ട്. അടുത്തൊരു സ്റ്റോപ്പിലെത്തിയിട്ട് നമുക്ക് ബസ്സിന് കയറാം. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് പോയ കാര്യം നടന്നോ അതും ഇല്ല. ഇനി അതിനുവേണ്ടി മെനക്കെടണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഇന്നാകുമ്പോൾ ഇച്ചിരി ഫ്രീ ആയിട്ട് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നില്ല. സാരമില്ല, എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി വീട്ടിലെ കുറേ പണികളിലോട്ട് പോവാണ്. അതൊക്കെ ചെയ്യട്ടെ. ഇന്ന് എനിക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് കേട്ടോ, വിചാരിക്കുന്നുണ്ട്. വിചാരം മാത്രം, നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. വിചാരം കിടന്നുറങ്ങണം. എനിക്ക് ഇത്തിരി നന്നായിട്ട് ഉറങ്ങണം. നല്ല ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട് എനിക്ക്. അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങണം. എന്നും വെളുപ്പിന് എഴുന്നേക്കുമല്ലേ. അപ്പോൾ കുറച്ച് സമയം കിടന്ന് ഉറങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം പറ്റുമോ ഇല്ലയോ എന്ന്. ഇന്ന് ഉച്ചക്കത്തേക്ക് തീയൽ വയ്ക്കാമെന്ന് ഞാൻ കരുതിയേ. തേങ്ങ അരച്ച് ചേർക്കാത്ത തീയലാട്ടോ. തീയൽ വയ്ക്കാമെന്ന് കരുതി. പിന്നെ ഇന്നലത്തെ കുറച്ച് ചീരത്തോരൻ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് തൈരുണ്ട്. അപ്പം ഞാൻ തൈര് മോര് കറിയായിട്ട് വെക്കുന്നില്ല. പിന്നെന്താ, സലാഡ് പോലെ എടുക്കാമെന്ന് കരുതി. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് മിക്ക ദിവസം മോര് കറി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മോര് കറിയായിട്ട് വേണ്ട, അല്ലാതെ തൈരായിട്ട് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാനെ കൊണ്ട് തീയലുണ്ട്, പിന്നെ ചീരത്തോരനുണ്ട്, ഇന്നലത്തെയാണ്, പിന്നെ തൈരുണ്ട്, പിന്നെ നമുക്ക് 2 പപ്പടവും കൂടെ പൊള്ളിക്കാം. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് അടിപൊളി. തൈര് റെഡിയാക്കിയിട്ടുണ്ട്. തൈരിൻ്റെ കളറ് വെള്ളയല്ല, കണ്ടോ നിങ്ങൾ, ചുമപ്പ് കളറ്. അതെന്താ അങ്ങനെ? സാധാരണ നമ്മൾ
തൈര് എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് വെള്ളയ്ക്കാണ് എടുക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ എടുക്കുന്നത്. ചില സമയത്ത് എനിക്ക് തോന്നും അങ്ങനെ വേണ്ടാന്ന്. അപ്പോൾ ഇന്ന് വറ്റൽ മുളകും ഉള്ളി സവാളയാണേ അതും കൂടെ ഞെവിടിയിട്ടാണ് നമ്മൾ തൈരിനകത്ത് ഇട്ട് ഉപ്പും ചേർത്ത് ഇളക്കിയേക്കുന്നത്. ഇതിനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ ടേസ്റ്റ്. അതുകൊണ്ട് ഇട സമയത്ത് ഞാനിത് ചെയ്യാറുണ്ട്. എടുത്ത് വെച്ചേക്കുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നത്. അതുകൊണ്ട് ഇച്ചിരി കഴിക്കാം. ആഹാ, സൂപ്പർ ടേസ്റ്റാണ്, നല്ല രുചിയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തൈര് അധികം കഴിച്ചുകൂടാത്തതാണ്, തണുപ്പാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യരുതെന്ന് പറയുന്നു അതാണല്ലോ ചെയ്യുന്നത്. അപ്പം പിന്നെ കുഴപ്പമില്ല. ഉപ്പ് ഏകദേശം ജോലിയൊക്കെ കഴിഞ്ഞു. ഇനിയും പാത്രം കഴുകലുണ്ട്. നിങ്ങളിപ്പോൾ കരുതും അടുക്കളയിൽ നിൽക്കുമ്പോഴും ഞാനിങ്ങനെ ഒരുങ്ങിയൊക്കെയാണല്ലോ നിൽക്കുന്നത്, ശരിക്കും ജോലി ചെയ്യുന്നതിനാണോ എന്നൊക്കെ വിചാരിക്കും. എന്താണെന്നറിയോ, നമ്മൾ രാവിലെയും ഇടയ്ക്കുമൊക്കെ പോയിട്ട് വന്നാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ വെളുപ്പിനെ എണീറ്റ് ചില ദിവസങ്ങളിൽ ചോറ് വെച്ചിട്ട് പോകും, അല്ല തലേദിവസം ചോറ് വെച്ച് വെക്കും. അപ്പോൾ പിന്നെ കറികളൊക്കെ പോയിട്ട് വന്ന് വെക്കും. ചില ദിവസങ്ങളിൽ കറികളൊക്കെ തലേദിവസം കാണും, അപ്പോൾ അത് ചൂടാക്കിയാൽ മതി. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ പോയിട്ട് വന്നതിൻ്റെ ഒരു രീതിയിൽ തന്നെ നിന്നിട്ടാണ് ഞാൻ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു 3 മണിയാകുമ്പോൾ വീണ്ടും ഇറങ്ങുമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഒരുങ്ങിയ പോലെ ഇരിക്കുന്നത് കേട്ടോ. ഇനി അത് കണ്ടിട്ട് ഇനി ആരും ചോദിക്കാൻ വരണ്ട, അതുകൊണ്ട് പറഞ്ഞാണ്. ഇനി കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്, കാണിച്ചു തരാം. കണ്ടല്ലോ, ഇത് കഴുകണം. ഇത് നിങ്ങൾ കണ്ടോ, ഇപ്പോൾ ഒരു കൊച്ചു പാത്രം ഞാൻ പൊട്ടിച്ചെടുത്തതാണ്, കണ്ടല്ലോ. അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് രാവിലെ കഴിച്ച ഏത്തക്കയുടെ തൊലി കണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കരുതി അതെടുത്ത് ഇങ്ങനെ മുഖത്തേക്ക് അങ്ങ് ചുമ്മാ ഒന്ന് മസാജ് ചെയ്ത് വിടാമെന്ന്. ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ, അടുക്കളയിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴോ അല്ല രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴോ ഒക്കെ, തീ കുറയ്ക്കട്ടെ, നിൽക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഒന്നേലും മുഖത്ത് എന്തെങ്കിലും ഇടും, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഏത്തക്കയുടെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വിടുകയൊക്കെ ചെയ്യും. ഇതിനൊന്നും സമയം നമ്മൾ പ്രത്യേകം കണ്ടെത്തുകയും വേണ്ട, എന്നാ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഞാനാണെങ്കിൽ ആ ഏത്തക്കയുടെ പീല് തേച്ചിട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകി, നല്ലൊരു സോഫ്റ്റ് ഫീലിങ്, കൊള്ളാം. പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോറ് കഴിക്കാറൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോഴേ കഴിക്കണ്ട, 12:30 ആയതേ ഉള്ളൂ. ബാക്കി കുറച്ച് പണികളോടെ ചെയ്തിട്ട് കഴിക്കാമെന്ന് വെച്ച് മുറിക്കാവൊക്കെ ഒന്ന് തൂത്തുവാരിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം. തീയൽ, ചീരത്തോരന്, തൈര്, പപ്പടം. ചോറ് കഴിക്കാൻ പോവാണേ. ചോറ് നല്ല ചൂട് ചോറിനകത്തിൽ നല്ല ചുമന്ന ചീരത്തോരൻ മാത്രം ഇട്ട് ഇളക്കി തിന്നണം. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചോറ് കഴിക്കുന്നത്. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ കഴിക്കാൻ. അതുപോലെ ചൂട് ചോറിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തി അടിപൊളിയാണ്. പിന്നെ മുട്ട പൊരിച്ചത്. വലിയ കറികളെക്കാളും നല്ലത് കുഞ്ഞു കുഞ്ഞു കറികളാണ്, ഭയങ്കര രുചിയാണ്. സൂപ്പർ തീയല. സ്വന്തമായിട്ട് വെച്ചിട്ട് സ്വന്തമായിട്ട് പറയുന്നല്ലേ. പക്ഷെ അതുകൊണ്ടല്ല, എനിക്ക് ആ രുചി ഇഷ്ടപ്പെട്ടു. അപ്പം അടിപൊളിയാണ്. കുറച്ച് നേരം അങ്ങോട്ടൊന്ന് കിടന്നതേ ഉള്ളൂ, അങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കം എണീറ്റതേ ഉള്ളൂ. നല്ല സൂപ്പർ ഒരു ഉറക്കം. കാരണം എന്താ വെച്ചാൽ പുറത്ത് നല്ല മഴയാണ്. അന്നേരം അങ്ങ് അറിയാതെ ഉറങ്ങിപ്പോയി. ഇനിയിപ്പം നമുക്ക് ഇത്തിരി ചായ ഇടണം. 4:16 കാരണം ഉറങ്ങി എണീറ്റുകൊണ്ട് എനിക്കൊരു ചായ കുടിക്കണം, അല്ലെങ്കിൽ പോയി ഇനി അലയ്ക്കാൻ വയ്യ. അപ്പം അതുകൊണ്ട് ചായ കുടിച്ചിട്ട് നമുക്ക് പോകാം. 4:30 4:45 ആകുമ്പോഴത്തേനും പോയാൽ മതി നമുക്ക്. അപ്പോഴത്തേനും നമുക്ക് ചായ ഇടാം. മഴ കാണിച്ചു തരാം, മഴ പെയ്യുന്നത് കാണിക്കാം. ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കണ്ടോ. കുറച്ച് മുമ്പ് നല്ല മഴയായിരുന്നു. ആ മഴ പെയ്തപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിയങ്ങ്. മഴയത്ത് കിടന്നുറങ്ങാൻ അടിപൊളിയാണല്ലോ. അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. ചായ കുടിക്കുകയാണ്. ആവി പറക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. നല്ല ചൂട് ചായയാണ്. ചായ കുടിച്ചിട്ട് നമുക്ക് പോകാം. ഞാൻ ഒരുങ്ങിയിരിക്കുക. ഡ്രസ്സൊന്ന് മാറ്റിയാൽ മതി. രാവിലെ സമോസ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അതിൻ്റെ ചായക്ക് ഞാൻ ചായ കുടിക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും തിന്നിട്ട് ചായ കുടിക്കണം.
അല്ലെങ്കിൽ ഇച്ചിരി പാടാ കുടിക്കാൻ. നേരത്തെയാണ് ഞാൻ ചായയും കട്ടൻ ചായ ഒന്നും കുടിക്കത്തില്ലായിരുന്നു, കാപ്പി ഒന്നും കുടിക്കത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ചായയൊക്കെ ഇങ്ങനെ കുടിച്ചു തുടങ്ങിയിട്ട്. അതാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഇങ്ങനെ തിന്നാൻ വേണം, അല്ലെങ്കിൽ ഞാൻ കുടിക്കത്തില്ല. പിന്നെ ഇതൊക്കെ ഹെൽത്തി ആണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എണ്ണയൊക്കെയാണ്, എന്നൊന്നുമില്ല, എന്നാലും ഇടയ്ക്കൊക്കെ, എന്നൊന്നുമില്ല, ആഴ്ചയിലൊരു 7 ദിവസം അങ്ങനെയില്ല. അതിൻ്റെ മുറിയിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളവരുടെ ഇരുന്നിട്ടാണ് ഞാൻ ഇപ്പം നമ്മുടെ വ്ലോഗ് എടുക്കുന്നത്. കട്ടിലിൻ്റെ സൈഡിൽ വന്നിരിക്കും, ഓപ്പോസിറ്റ് ജനലാണേ. അപ്പം വെളുപ്പാങ്കാലത്തൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്യും. ജനലിങ്ങനെ തുറന്ന് ഇട്ട് കുറേ നേരം വെറുതെ വെളിയിലോട്ടൊക്കെ നോക്കി കിടക്കുകയൊക്കെ ചെയ്യും. ധൃതിയില്ലാത്ത സമയത്ത് മാത്രം. ധൃതിയുള്ള സമയത്ത് അങ്ങനെ അല്ലേ. ഇപ്പോൾ ചായ കുടിക്കാൻ നേരത്ത് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ആ വശത്തോട്ട്. പക്ഷെ ജനൽ തുറന്നിട്ടില്ല, മഴയായതുകൊണ്ട്. ക്ലാസ്സിന് ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. 4:30 ആയിട്ടുണ്ട്, നമ്മൾ ഇറങ്ങുകയാണ്. ഇനി ഒരു 6 മണിയായിട്ട് തിരിച്ച് വീട്ടിൽ വരുള്ളൂ. തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും വീട്ടിലെ കുട്ടികൾ ഇങ്ങനെയാണ്. നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ എടുക്കുന്നില്ല, നല്ല മഴയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടങ്ങ് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ പോയിട്ട് വരാം. ബൈ, ടാറ്റാ. ഇന്നധികം റിസ്കി ആയിട്ടുള്ളൊരു ദിവസമായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ ഫ്രീ ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളൊരു ദിവസമായിട്ട് തോന്നി. കാരണം എന്താണെന്നറിയോ, ഒത്തിരി അടുത്തൊന്നും ഓടി അലഞ്ഞതൊന്നുമില്ല. പിന്നെ വീട്ടിലാണെങ്കിലും ട്യൂഷന് ഇന്ന് 1-2 പേരേ വന്നുള്ളൂ. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് കുഞ്ഞുങ്ങളൊന്നും വന്നില്ല. 2 പേര് വന്നു, അവരെ പഠിപ്പിച്ച് അവർക്ക് വർക്കും കൊടുത്ത് വിട്ടു. 7:30 ആയതേ ഉള്ളൂ. നമ്മൾ 9 മണിക്ക് എന്നും ഫ്രീ ആവുന്നു, ഇന്ന് 7:30 ആയതേ ഉള്ളൂ. അപ്പം ഞാൻ കരുതി വേഗം വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തി അങ്ങ് ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങാമല്ലോ. നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പം നാളെ ഈ നല്ല സ്മൂത്തായിട്ടുള്ളതിന് പകരം നാളെ നല്ല ഓട്ടമായിരിക്കും. ഇന്ന് ഇച്ചിരി സമാധാനം കിട്ടിയെങ്കിൽ നാളെ അലഞ്ഞു തിരിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം പരിപാടികളൊക്കെ തീർത്ത് നേരത്തെ കിടന്നുറങ്ങാം. ചപ്പാത്തിക്ക് എല്ലാം കുഴച്ചിട്ടേ ഞാനതിങ്ങനെ പരത്തുവാണേ. അപ്പം കുറച്ചേറെ അങ്ങ് പരത്തി ഇട്ടിട്ട് ചുട്ടെടുക്കാമെന്ന് കരുതി. ഓക്കെ. ഞാൻ പരത്തുമ്പോൾ ഞാൻ ഇന്നാൾക്കേ പറഞ്ഞിട്ടുണ്ട്, എനിക്കങ്ങനെ റൗണ്ട് കൃത്യമായിട്ട് ഷേപ്പൊന്നും വരുത്താൻ അറിഞ്ഞുകൂടാ. അപ്പം എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പരത്തി വയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം കരുതി കുറച്ചേറെ അങ്ങ് പരത്തി വെച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചുട്ടെടുക്കാമെന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, പാലടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഓരോന്നോരോന്ന് ചുട്ടും ഓരോന്നോരോന്ന് പരത്തി ആകുമ്പം രണ്ടും ഒരുപോലെ അങ്ങ് കഴിയുമല്ലോ. അപ്പം ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പാൻ ചൂടാവുന്നേ ഉള്ളൂ. അപ്പം പരത്തി ഒരെണ്ണം ഇട്ട് ചുട്ടെടുത്ത് പെട്ടെന്ന് കഴിയും, വളരെ പെട്ടെന്ന്. എനിക്കല്ലെങ്കിലും ജോലി ചെയ്യാൻ സ്പീഡാണ് കേട്ടോ. എന്ത് വേഗത്തിലാണ് ഇപ്പം ദിവസങ്ങൾ പോകുന്നത് അല്ലേ. കഴിഞ്ഞ വീക്കിലത്തെ കാര്യം കൊണ്ട് കഴിഞ്ഞില്ല, അതിനിപ്പോൾ നെക്സ്റ്റ് വീക്ക് ആവുന്നതാ. ഇപ്പോൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, വീണ്ടും മൺഡേ. എന്ത് വേഗത്തിലാണ് പോകുന്ന സമയങ്ങളും ദിവസങ്ങളും ഒക്കെ. നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച് പോകുന്നതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. പക്ഷേ സമയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ടോപ്പ് സിംഗർ വെച്ചിട്ടുണ്ട് ഇവിടെ. അടിപൊളി പാട്ടതല്ലേ. വൈകിട്ടത്തെ നമ്മുടെ ഫുഡിന് നേരത്തെയാണ്, 8 മണി ആയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ കഴിക്കാമെന്ന് വെച്ചു. അപ്പം ചപ്പാത്തിയും സ്റ്റൂവും പിന്നെ തൈരുണ്ട്. ഉച്ചയ്ക്കത്തെ തൈരാണ്, പക്ഷേ എനിക്ക് തൈര് കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തൈരും കൂടെ എടുത്തു കൂട്ടത്തിൽ. നല്ല ചൂട് ചപ്പാത്തിയാണ് കേട്ടോ, കറിയും ചൂടാണ്. അതുകൊണ്ട് നമുക്ക് കഴിക്കാം ചൂടോടെ. മഴയൊക്കെ അല്ലേ, അപ്പോൾ ചൂടോടെ കഴിക്കാം. ഇവിടെ TV വെച്ചേക്കുന്ന ബഹളം ഉള്ളതുകൊണ്ടേ ഞാൻ ഇങ്ങോട്ടിങ്ങ് പോരുന്നു. ഇവിടെ വന്നിരുന്നിട്ട് കഴിക്കാമെന്ന് കരുതി. നല്ല ചൂട് ചപ്പാത്തി കേട്ടോ. ചൂടുള്ളത് കൊണ്ട് നമുക്ക് തിന്നാൻ തോന്നും. ഈ മഴ സമയത്തൊക്കെ നമുക്ക് തണുത്തത് കഴിക്കാൻ ഇച്ചിരി മടിയാണ്. അതിൻ്റെ തൈരിലും മറ്റേ എന്താണ് സ്റ്റൂവിലും കൂടെ മുക്കിയിട്ടാ സൂപ്പറാണ്.
അപ്പം ഇന്നിനിയും പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഇച്ചിരി പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീഡിയോ വൈൻഡപ്പിലോട്ട് പോകും, എന്നിട്ട് കിടന്നുറങ്ങും. സൂപ്പറോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. ഇന്നൊരു സ്മൂത്ത് ഈസി ഡേ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ച ദിവസമാണ് ഇഷ്ടം. കാരണം വെപ്രാളം പിടിച്ച് പോകുമ്പോഴേ നമ്മൾ ഒന്നിനെ പറ്റിയും ചിന്തിക്കത്തില്ല. എൻ്റെ കയ്യിലൊരു കൊതുക് വന്നിരിക്കുന്നു. നമ്മൾ ഒന്നിനെ പറ്റിയും ചിന്തിക്കത്തില്ലേ തിരക്ക് പിടിച്ച് പോകുമ്പോൾ. അതേസമയം നമുക്ക് ഇത്തിരി സമയം ഫ്രീ ആയിട്ട് കിട്ടി നമ്മൾ എന്തിനേലെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനേക്കാളും നമ്മൾ ഇച്ചിരി ബിസി ആയിട്ടിരിക്കുന്നതാണ് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടിരിക്കാം. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങ് പൊക്കോളും. അപ്പോൾ അങ്ങനെയാണ്. എന്താണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ പോട്ടെ. പിന്നെന്താണ്, ഇന്ന് നേരത്തെ ഗുഡ് നൈറ്റൊക്കെ പറയാമായിരുന്നു. എനിക്കിപ്പോൾ 9:58 കുറച്ചുകൂടെ നേരത്തെ പറയാമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് 1-2 കോളൊക്കെ വന്നു. അപ്പോൾ അവിടെ സംസാരിക്കാനൊക്കെ പോയി, അങ്ങനെ കുറേ സമയം അങ്ങ് പോയി. അപ്പോൾ ഇനി നമുക്ക് നാളത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് വെച്ചിട്ട് നമുക്ക് നാളെ കാണാം. വേറൊന്നും പറയാനില്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണ്ടിയുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തുക. നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തി അങ്ങനെ ഹാപ്പി ആയിട്ട് പോവുക. അത്രയൊക്കെ ഉള്ളൂ. ബാക്കി നമുക്ക് നാളെ കാണാം. എല്ലാ ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടേ? അല്ലേ നിങ്ങൾ കരുതി ഇവളൊന്നും പറയുന്നുമില്ല, അങ്ങനെ കരുതും. അപ്പോൾ നമുക്ക് നാളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ബൈ.